ഭാര്യക്കും മക്കൾക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് കിടന്നുറങ്ങാണ് മയ്യത്ത് പോലെ കിടക്കണത് എന്റെ വാപ്പ ശൈത്താനെ ഇപ്പൊ കുച്ചി മോനെ ഇപ്പൊ സമയം എത്രയായി? 11 കാണും. 12 മണിയാവാൻ എത്ര മണിക്കൂർ കൂടി വേണം? 12 മണിയാകാൻ ഇനി തലപടിക്കൽ പോയി കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. വിശ്വസിക്കരുത്, ഇതിന്റെ ട്രിക്കാണ്. ഞാൻ ഉണ്ടാക്കാൻ അയ്യോ, ഞാനവനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേ. എന്റെ അമ്മയുടെ പകലൊരു അനിയത്തിന്റെ മോനാണേ, നമ്മുടെ ശാലിച്ചയുടെ മോൻ. ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറും ഞാൻ തിന്നിട്ടുള്ള. ഞാൻ ആരും ഇടുമ്പഴേ ഇവന്താ ഇത്രേ ഉള്ളൂ, ഒരു കറുത്ത പന്നിക്കുടിയുടെ അത്രയും. ഇപ്പൊ വലുതായി. സൂത്രക്കാരനാ. ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇനി നമ്മൾ 4 അല്ല 5 ആളാ. പന്നി കൂടുതൽ ഇവിടെ ഷെയിൻ ചെയ്താലുണ്ടല്ലോ ഇടിച്ചതിന്റെ ബോൾട്ടേനളക്കും. ഓടത്തടിയാ. അയ്യോ, നിനക്ക് ഞാൻ 10 രൂപ തരും. 10 lakhs. എന്താടാ, നിനക്ക് വിശ്വാസമായില്ലേ? ആശാൻ വെറുതെ ആളെ കൊതിപ്പിക്കല്ലേ. സത്യമായിട്ടും അതേടാ. നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരും, അതും ഈ കൈകൊണ്ട്. ആശാൻ എന്തായി പറയുന്നേ? ഈ ഭൂമിയിൽ നിനക്കും നിന്റെ പിള്ളേർക്കും മാത്രമേ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ കഴിയൂ. അതുകൊണ്ടാ ഈ പാതിരാത്രി തന്നെ നിന്നെ തേടി ഞാൻ വന്നത്. ആശാൻ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. നീ ഒരാളെ കൊല്ലണം. കൊല്ലാനോ? കൊല്ലാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ആശാനെ. എന്താ, നിനക്ക് അതിന് ധൈര്യമില്ലേ? ധൈര്യമില്ലാഞ്ഞിട്ടല്ല, അത് വേണ്ട ആശാനെ. പഠിക്കണം, എല്ലാം പഠിക്കണം. നീ എന്റെ കൂടെ വരുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പയ്യനായിരുന്നു. നീ എങ്ങനെയെങ്കിലും ബാലനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ബാലനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷെ കക്ഷിയാരാ? ആണല്ല, പെണ്ണാ. പെണ്ണാ? അല്പം കുഴപ്പം പിടിച്ച കേസാ. കേട്ടിട്ടുണ്ടോ മാറാശ്ശേരി മന? കൊല്ലേണ്ടത് മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മകൾ യമുന. സംഗതി നീ വിചാരിച്ചാൽ എളുപ്പമാണ്. പണി കഴിഞ്ഞ് ഓഫീസിലേക്ക് നീ വന്നാൽ പണം ഞാൻ അവിടെ തരും. 10 ലക്ഷം രൂപ. ധൃതിയില്ല, ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി. ആരാണ് ഇതിന്റെ പിന്നിൽ? എടാ വർക്കി, നമ്മൾ കൊട്ടേഷൻകാരെ പോലീസ് കൊണ്ടുപോയി തല്ലിച്ചതച്ചാലും കൊല്ലാൻ ഏൽപ്പിച്ചവനെയോ കൊന്നതെന്തിനാണെന്നോ പറയില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? $10 ലക്ഷം. 1 ലക്ഷം രൂപ. അതായത് ടോട്ടലി 1 lakh. ഒരാൾക്ക് 20,000 രൂപ ചങ്ക തരും. കൊച്ചു കള്ള 20,000 രൂപ കിട്ടാൻ പാടല്ലേ? എനിക്കൊന്ന് തരും. ഇത്രയും സുന്ദരിയായ പെണ്ണിനെ കൊല്ലുന്നതിന് 20,000 ഉലുവയോ? എന്താ സൗന്ദര്യം കുറഞ്ഞ കാശ് ഓർക്കുക? 20,000 ഉറുപ്പ്യക്ക് ആ പെണ്ണിനെ കൊല്ലാൻ എന്റെ ബാപ്പ വരും. നിങ്ങൾ വാപ്പനപ്പോ വിളിച്ചിട്ടോ? അല്ല, ബാപ്പ മരിച്ചിട്ട് 40 കൊല്ലായി പള്ളിക്കാട്ടില്ല. അത് ശരി. അപ്പൊ വാപ്പ മരിച്ചതിന് ശേഷമാണ് താൻ ജനിച്ചത്? ആ വാപ്പ എമ്മി മരിച്ചു 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായത്. ഈ പെണ്ണിനെ കൊല്ലണമെങ്കിൽ 1 ലക്ഷത്തിൽ കൂടുതൽ ഒരു പൈസ കിട്ടത്തില്ല. 1 ലക്ഷം ഉറുപ്പ്യ 1 ലക്ഷം ഉറുപ്പ്യ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. ഏയ്, സത്യമായിട്ട് 1 ലക്ഷം രൂപയാണ്. എന്നാണ് സത്യം? ഞാൻ പറയുന്ന നുണയാണെങ്കിൽ തന്റെ തല എടുത്തി വിട്ടെ. പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാ മതി. ഓരോരുത്തരായി ചോദിക്കാണ്. എന്താ അതിന്റെ അഭിപ്രായം? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ ആര് പറഞ്ഞു? 1 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാനില്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. എന്നാ പോ. ഒരു കുരിശൊഴിഞ്ഞ് ഇനി പള്ളിക്കാടനെ ഇങ്ങോട്ട് വാ. വരുന്നോ? മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മോള് യമുനയെ കൊല്ലാനല്ലേ? ഞാനില്ല. അടുത്ത കുരിശും പോയി. വേറൊരുത്തം വന്നിട്ടുണ്ടല്ലോ. എന്താ അവന്റെ പേര്? കള്ളാന്നാ നുണയാന്നാ? നുണയനൊന്നല്ല, സത്യനാരായണൻ ബികോം. എന്ത് കോപ്പെങ്കിലും ആകട്ടെ, എന്താ നിന്റെ പരിപാടി? മഞ്ചാടിക്കരയിൽ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മകൾ യമുനയെ ഞെക്കിക്കൊല്ലാൻ ഞാൻ അത്രയ്ക്ക് നക്കിയല്ല ചേട്ടാ.
പൂണൂലിട്ടൊരു ബ്രാഹ്മണനാണ് ഞാൻ. കൊല എന്ന് പറഞ്ഞ സാധനം ഞങ്ങളുടെ ഡിക്ഷണറിയിലേ ഇല്ല. അപ്പൊ ഞാൻ പോട്ടെ. അപ്പൊ നീ പോയിക്കോ. മൂന്നാമത്തെ പിശാശും പോയി. ബാല, യു ആർ ലക്കി ബാല. ഡാ, നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. 50 രൂപ നിനക്കും 50 രൂപ എനിക്കും. 1 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പുറപ്പെടാം. നമ്മൾ അവിടെ ചെന്നിട്ട് എന്തുട്ടപ്പ ചെയ്യാ? അവളെ നമ്മൾ വലിച്ചു പുറത്തേക്കിട്ട് കുത്തി കൊന്നിട്ട് പോരും. ഇത്രേ ഉള്ളൂ. വളരെ നിസ്സാരാണല്ലേ. ആ, എടാ ഷാഫി, അത്ര നിസ്സാരാണ്. നീ ഒറ്റയ്ക്ക് പോയി കൊന്നിട്ട് വേടാ. എടാ ബാല, അപ്പൊ നീയും വരുന്നില്ലേ? എടാ ഞാൻ പറയണത് കേക്ക്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടൻ വീശണം വെച്ചാ ബാലൻ റെഡിയാ. അല്ല പിന്നെ ജോളിയാക്കാന്ന് വെച്ചാ അതിന് റെഡിയാ. നമുക്ക് ഇപ്പൊ ഉള്ള പണി തന്നെ ധാരാളാ. ബാല, കാശ് വേണേ ഞാൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യടാ. 75 നീ എടുത്തോ, 25 മതി എനിക്ക്. ആ, അല്ല 85 നീ എടുത്തോ, 15 മതി എനിക്ക്. ആ, ഒരു കാര്യം ചെയ്യ്, 90 നീ എടുത്തോ, എനിക്ക് 10 മതി. ആ, ശ്ശോ, അല്ലെങ്കിൽ മുഴുവനും നീ എടുത്തോ, 1 ലക്ഷം രൂപ. എന്താണെങ്കിലും നീ ഒന്ന് സമ്മതിക്കും ബാല. കൈയെടുക്കണോ? കൈയെടുക്കണോ ഷാഫി? ഒരു പൂശ വെച്ചോണ്ടല്ലോ പോയിക്കണോ പോത്തെ. നീയും വരില്ലല്ലടാ. കല്ലൂർക്കാരൻ പറക്കി ഒരുത്തിന് സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോകും, ഒറ്റയ്ക്ക് അവളെ കൊല്ലും. 10 ലക്ഷം രൂപ വാങ്ങിക്കുകയും ചെയ്യും. ആ, 10 ലക്ഷം? പത്തല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ 10. ഒന്ന് സത്യം, ഒന്ന്. ഈ പാരയ്ക്ക് തന്നെ എങ്ങോട്ടാ പോണേ? വീശാനാ? വീശാനല്ല, ഓളെ കൊല്ലാൻ. കൊല്ലാനോ? ആരെ? മഞ്ചാരിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മോള് യമുനയെ. ബാല, എനിക്ക് എന്റെ കുട്ടികളെ കെട്ടിച്ചയക്കണം. ഓളെ കൊന്നാൽ നമുക്ക് 10 ലക്ഷം ഉറുപ്പ്യ കിട്ടും. അതുകൊണ്ട് എന്റെ മക്കളെ പറഞ്ഞയക്കണം. മക്കളെ വളർച്ച കണ്ടിട്ട് നമ്മളെ കൽപ്പ് പിടക്കണം. ഞാൻ മാറാശ്ശേരിയിലേക്ക് പോവുക. പറ്റിയാൽ നമ്മൾ ഓളെ കൊല്ലും, അല്ലെങ്കിൽ മാറാശ്ശേരിക്കാർ നമ്മളെ കൊല്ലും. ഇത് ചിലപ്പം നമ്മൾ അവസാനത്തെ കൊട്ടേഷൻ ആയിരിക്കും. നീ നമ്മളാണ് മയ്യത്താവണമെങ്കിൽ നമ്മളെ മക്കളെ നീ നോക്കൂലേ ബാല? ഞാൻ പോട്ടെ. നിക്കടോ, നിക്കിഷ്ട. നബീസാനെയും നദീറാനെയും മൈമൂനാനെയും ഉമ്മക്ക് കെട്ടിക്കണ്ടേ? ഞാനും വരാടോ തന്റെ കൂടെ. ഉമ്മക്ക് ജോളിയായിട്ട് അടിച്ചു പൊളിച്ചിട്ട് കഷ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ. അതെ, ഇവിടെയൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് എത്ര രൂപ കാണും? 1000 രൂപ കാണും. ഓഹോ, അപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് ഗ്രാമം മുഴുവൻ വാങ്ങാം. അയ്യോ, അതേടാ, 10 ലക്ഷം ഉറുപ്പ്യക്ക് ഈ ഗ്രാമം ഇതിനപ്പുറത്തെ ഗ്രാമം കിട്ടും. അയ്യോ, ആ പ്രശ്നമായി. അയ്യോ, ഇതൊന്ന് വേഗം കരക്കടുപ്പിച്ചേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. നിന്നെ ഞാൻ വളടുപ്പിച്ച അത് ഇവിടെ ബ്രേക്ക് ഇട്. ഇവിടെ തന്നെ. ഗഫൂർക്ക, നിക്കടാ അവിടെ. ഞങ്ങളെ പറ്റിക്കാന്ന് വെച്ചില്ലടെ കന്നാലി. എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളോട് പറയാൻ എന്താ നീ വന്നേ? എന്നോട് പറയാൻ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നു പാല, നമ്മൾ തമ്മിൽ ഒരു ഉടക്ക് വേണ്ട. ഒത്തുപിടിച്ചാൽ മലയും പോരുന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് നിന്ന് ഭംഗിയായിട്ട് ഈ കാര്യം നടത്തിയിട്ട് തിരിച്ചു പോവാം. ആ, പിന്നെ വേറൊരു കാര്യം, ആരവളെ കൊല്ലുന്നുവോ അവൻ 5 ലക്ഷം രൂപ, ബാക്കി 5 ലക്ഷം രൂപ നമുക്ക് തിരിച്ചെടുക്കാം. ആര് വന്നാലും 5 ലക്ഷം രൂപ ഗഫൂർക്കാ. പതുക്കെ പറ. ആരെങ്കിലും കേട്ടാൽ അവന്മാർ നമ്മളെ മയ്യത്താക്കി 10 ലക്ഷം ഉറുപ്പ്യ കൊണ്ട് അവർ മുങ്ങും. വാ, ഒരു ഇനിയിപ്പോ മാറാശ്ശേരി മനെ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ബാല, ഇവൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നത്. ഇവന്റെ വൃത്തികെട്ട മോന്ത കണ്ടാൽ അറിയാം. ഈ എന്തുട്ടാ ചവി നോക്കി പേടിപ്പിക്കണേ? ബാല, ഇവൻ അണ്ണാച്ചി എന്നാ തോന്നുന്നത്. ഇത് തമിഴ്നാടാണോ? ഇവന്റെ മോന്തൊക്കെ പൂശ പൂശാലോ? വേണ്ട ബാല,
നമ്മൾ ആരാ? என்ன உங்களுக்கு தெரியாத மாதிரி உங்களை எனக்கு தெரியாதுன்னு நினைச்சிட்டாங்க. எனக்கு எல்லாமே தெரியும். நீங்க സീരിയൽ പിടിക്കാൻ വന്നവർ താനേ? ബാലാന്റെ brother ഷാബി. അല്ലാതെ നിങ്ങൾ സീരിയൽ പിടിക്കാൻ വന്ന നിർമ്മാതാവല്ലേ? എനിക്കെല്ലാം അറിയാം. ബാല, ഇവനാണോ നമ്മൾ ഇങ്ങോട്ട് വരുത്തിയത്? ഞാൻ എന്തിനാണ് നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ആലോചിക്കുമായിരിക്കും. ലേശം അഭിനയമോഹമുണ്ട്. നിങ്ങൾ എനിക്ക് സാധിച്ചു തരണം. അല്ല നമ്മൾ ശരിക്കാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം ലൊക്കേഷൻ, പിന്നെ ഡീറ്റെയിൽസ്. കം ഓൺ, ഫോളോ മീ. നീ ഇങ്ങനെ കണ്ണ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച മാറാശ്ശേരി മന. ഞാൻ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ ഭർത്താവ് നീലകണ്ഠൻ. ഇവനാണോ ഈ കൊലയ്ക്ക് പിന്നിൽ? ഇവനിട്ട് പൂശാതെ പറ്റില്ല കേട്ടോ. വേണ്ട ബാല, നമ്മളൊരു നല്ല കാര്യത്തിനാണ് വന്നതെന്ന് ഓർക്കണം. എന്നെ കണ്ട എല്ലാവർക്കും സംശയ. ഞങ്ങൾക്കും. സത്യം പറയാലോ, ഞാൻ ക്രോസ. വടക്കേ മനയിലെ തിരുമേനിക്ക് അടിച്ചു കളിക്കാനുണ്ടായതാ. അതാ ഷേപ്പിങ്ങിനായി പോയത്. കമോൺ, അതൊക്കെ പറയാതെ തന്നെ മനസ്സിലായി. അയ്യോ, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഏം വഴി തനീ വഴി. ഒരു തിരി. എന്താ ഇത്ര കാണാൻ? കേറിപ്പോടിയകത്ത്. ഷോറൂം ഇങ്ങനെയാണ്, ഗോഡൌൺ എങ്ങനെയൊക്കെ ഇഷ്ട. ഉമ്മക്ക് ഇവിടെ അങ്ങോട്ട് സ്ഥിരതാമസാക്കിയാലോ? സംഗതി കുഴപ്പമായി എന്നാ തോന്നണേ. ഇനി തമ്പ്രാക്കന്മാരൊരു പട എന്നെ അങ്ങോട്ട് വരും. നീ ഇതൊന്ന് പിടി. അവരെത്തിയോ? എങ്കിൽ അയാളെ വിളിക്കൂ. അയാൾ എവിടെ? അയാൾ കഥ എഴുതുകയാണ്. സാറേ, സാറേ, കഥ എഴുതുമ്പോ ശല്യപ്പെടുത്തരുന്ന് പറഞ്ഞിട്ടാ തെണ്ടി. അയ്യോ, അതല്ല. ഈ സീരിയലിലെ നായകൻ നീ തന്നെയാ. ഇങ്ങനെ കൂടെ കൂടെ ശല്യപ്പെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ രക്തക്കണ്ണീരിൽ എം ആർ രാധയെ പോലെ കുഷ്ഠരോഗിയാക്കി മാറ്റണം ഞാൻ. സാറേ, പ്രൊഡ്യൂസറും പ്രൊഡ്യൂസറും സംവിധായകരും എല്ലാരും വരണം. വന്നതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങൂ. സാർ, സോങ്ങിന്റെ കാര്യല്ലേ? അത് ഓൾറെഡി 3 പാട്ടായി കഴിഞ്ഞു. 2 പാട്ട് നിനക്കാം. സാറേ, അതല്ലെന്ന്. നായികയുടെ കാര്യല്ലേ? അത് മിക്കവാറും മനീഷ കൊയ്രാലായിരിക്കും. സാർ, പ്രൊഡ്യൂസർ നടന്മാരും വന്നെന്ന്. പ്രൊഡ്യൂസറും നടന്മാരും വന്നു. ഇപ്പോ ഫസ്റ്റ് വള്ളത്തിൽ. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ പാൻസ് എവിടെ? അയ്യോ, ഇത് ബാഗാണോ? അല്ല, ഷാർപ്പനെങ്ങോട്ടാ? എടാ, കഥ എഴുതാൻ മൂഡ് വരണമെങ്കിൽ എന്റെ മറയക്കാരുള്ള സ്ഥലത്തേക്ക് പോകണം. ഐ ആം ഗോയിങ് ടു സുഡാൻ. എന്നെ വിടാൻ. അപ്പൊ എന്റെ ക്യാരക്ടർ, നിന്റെ ക്യാരക്ടർ എത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലടാ പട്ടി. ഷാർപ്പ് എങ്ങോട്ടും പോകുന്നില്ല. ചേട്ടനെ ഞാൻ വിടില്ല. നിക്കടെ കൈള. എന്നെ വിടറ. ലേഡീസ് വീക്ക്നെസ് ഉള്ള തെണ്ടി. എന്നെ വിടാന് പറഞ്ഞ ദുഷ്ട. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ കഥ ഒന്ന് അവസാനിക്കില്ലോ. അയാൾ വന്ന് കഥ പറഞ്ഞപ്പോ മാറാശ്ശേരിക്കാരുടെ കഥയുമായി സാമ്യം തോന്നിയോണ്ടാ ഞാൻ ഷൂട്ടിങ്ങിന് സമ്മതിച്ചത്. നല്ല കഥ. നിങ്ങളുടെ കഥാകൃത്ത് മിടുക്കനാ. അഹങ്കാരം ലെവലേശില്ലാട്ടോ. ഈ കിഴവനിട്ടൊരു പൂശിയാലോ? നിന്റെ കാല് ഞാൻ പിടിക്കാം. പഠിച്ചവനാണെന്ന് മിണ്ടാണ്ടിരി ബാല. അയാൾ ധാരാളം ചെറുകഥകൾ എഴുതിട്ടത്രേ. ഒക്കെ വായിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോലവും സീരിയൽ ഷൂട്ടിംഗ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും എടുത്തതാ. പിന്നെ കുട്ടികൾക്കൊരു നേരം പോയി കാട്ടെന്ന് വിചാരിച്ച് നാം അങ്ങോട്ട് സമ്മതിച്ചു. കല്ലൂർക്കാടൻ നിർമ്മാതാവാണല്ലേ? അതെ. ഇതിനു മുമ്പ് എത്ര സീരിയൽ പിടിച്ചു? ഓ, അങ്ങനൊന്നുമില്ല. ആരെങ്കിലും കൊട്ടേഷൻ പിടിച്ചാ പോവും. ഒരു 10-15 പിടിച്ചു കാണും. അല്ല, ഇടയ്ക്കെന്തോ കൊട്ടേഷൻ ഒരു വാക്ക് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ ഈ നിർമ്മാണത്തിന് കൊട്ടേഷൻ എന്നാ പറയാ. ദേ വന്നല്ലോ. ബാഗ് ഇങ്ങോട്ട് എടുക്കണ്ട. ഇതാണ് ഈ പ്രൊഡ്യൂസർമാരെ ഏറ്റവും വലിയ കുഴപ്പം. വരാന്ന് പറഞ്ഞിട്ട് വരില്ല.
പിന്നെ ഇല്ല യൂണിറ്റ് ബുക്ക് ചെയ്തോ. നിനക്ക് ഞാൻ ആംബുലൻസ് ബുക്ക് ചെയ്തോണ്ടാ കന്നാലി. അപ്പോഴേക്കും നായിക അഡ്വാൻസ് കൊടുത്തോ? ആ എല്ലാ അഡ്വാൻസും ഇന്ന് രാത്രിക്കുള്ളിൽ നിനക്ക് ഞങ്ങൾ തീർത്ത് തരാടാ. തിരുമേനി ഞങ്ങൾ ഇറങ്ങട്ടെ. കഥാകൃത്തുമായിട്ട് സംഘടന രംഗത്തെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യാണ്ടേ. ആയിക്കോട്ടെ. അമ്മയെ പറ്റി നീലേട്ടാ, തിരുമേനി ഔട്ട് ഹൗസ് വാ, കാണിക്കൂ. വാ, 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 വാ. അമ്മേ, ഞാൻ പിച്ചരുത്.